ഇപ്പം നമ്മളിപ്പോൾ ഒരു ഫോം പൂരിപ്പിക്കുക, കാര്യങ്ങൾ പൈസേൻ്റെ കണക്ക് അതൊന്നും ഒക്കെ അറിയില്ല. ഉള്ള കാര്യം തുറന്നു കളവും ചതിയും പറഞ്ഞിട്ട് ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഞങ്ങൾക്ക് എന്നും മരണം വരെ പോകണം. അതെ, അപ്പോൾ സത്യം ഇതിൻ്റെ മുന്നിൽ പറയാൻ പറ്റുള്ളൂ. തീർച്ചയായും. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ വള്ളിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് ലാസ്റ്റ് വള്ളിക്കുന്ന് എന്നാണ് ഈ എക്സാക്റ്റ് സ്ഥലം കേട്ടോ. സിറ്റിയിൽ തന്നെയാണ്, കോഴിക്കോട് സിറ്റിയിൽ തന്നെയാണ് ഇവിടെ വന്നത്. ഫസ്നേനെ കാണാനാണ്. ഫസ്നയ്ക്ക് പറ്റിയ നല്ലൊരു വരനെ നമുക്ക് കണ്ടെത്തണം. ഫസ്നയ്ക്ക് പഠന വൈക്കില്ലാണ്, എഴുതാനും വായിക്കാനും അറിയില്ല, അതുപോലെ കണക്ക് കാര്യങ്ങളൊന്നും അറിയില്ല, പൈസേൻ്റെ കണക്കൊന്നും അറിയില്ല, ബസ്സിൻ്റെ ബോർഡൊന്നും വായിക്കാൻ അറിയില്ല. ആ ഒരു വിഷയമാണ്. പിന്നെ ആൾ കുറച്ച് മെലിഞ്ഞിട്ടാണ്, തടി കാര്യങ്ങളൊക്കെ കുറച്ച് സ്ലിമ്മാണ്, അതായത് ഒരു ചെറിയൊരു വളർച്ച കുറവ് പോലെയാണ്. അപ്പോൾ നമുക്കവരെ കാണാം, കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നല്ലൊരു വരനെ എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടെത്തണം കേട്ടോ. ഓക്കെ, ഒരു വീടാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ രാത്രിയായിപ്പോയി വീഡിയോ എടുക്കാൻ, അതുകൊണ്ടാണ്. ഇതാണ് വീട്ടിലേക്കുള്ള വഴി, ഇതാണ് വീട്. ഇതാണ് ഫസ്ന എന്തൊക്കെ വിശേഷമോ? സുഖല്ലേ? ഇത് ഉമ്മയാണ്. ഉമ്മാൻ്റെ പേരെന്താ? ആമീന. എന്നാൽ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഫസ്ന കണ്ടല്ലോ നിങ്ങൾ, ആൾ സ്ലിമ്മാണ് കേട്ടോ. അവളെ പിന്നെ വയസ്സിനനുസരിച്ചുള്ള ഒരു അല്ലേ ഉമ്മ, ചെറിയൊരു വളർച്ച കുറവ് ചെറിയ രീതിയിലുണ്ട്. ഭക്ഷണം കഴിക്കിയിട്ടാണോ? അല്ലല്ല, ഭക്ഷണം കഴിക്കുന്ന ആളാണ്. പിന്നെ ഒന്ന് മനസ്സിന് സന്തോഷമായാൽ കുറച്ചും കൂടി ഉഷാറാവും. ഒരു വൈറ്റമിൻസിൻ്റെ ഒക്കെ ചെറിയൊരു വിറ്റമിൻസിൻ്റെ കുറവ് അങ്ങനെ എന്തോ ആയിരിക്കും. പക്ഷേ അവൾ ജന്മന അങ്ങനെ തന്നെയാണ്. ഇവിടെ അസുഖവും കാര്യങ്ങളൊന്നും അല്ല. അതെ, ഇരട്ട കുട്ടികളല്ലേ. വേറെ ടാബ്ലറ്റ് അസുഖങ്ങൾ അങ്ങനത്തെ ഒന്നും അല്ല കേട്ടോ. ഈ പഠന വൈകല്യത്തിൻ്റെ ഒരു വിഷയം മാത്രമാണ് കേട്ടോ. അതായത് എഴുതാനും വായിക്കാനുള്ള കഴിവ് കുറവ്. വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ ഫസ്ന എത്ര വരെയാണ് പഠിച്ചേ? എക്സാം സ്ക്രൈബ് എഴുതിയതാ? സ്ക്രൈബ് എഴുതിയാണ് എക്സാം. ഉമ്മാക്ക് എത്ര മക്കളാ? 5. എത്ര ആൺകുട്ടികളാ? 2 ആണും. ഇപ്പം ഉള്ളത് 6 മക്കൾ. ഇനിയിപ്പം 5 ആളുള്ളൂ. അതിൽ ഇപ്പം 2 ആണും 3 പെണ്ണും. അതിൽ ലാസ്റ്റ് ആണ് പെണ്ണിവള്. ബാക്കി എല്ലാവരും കഴിഞ്ഞതാണ്. അപ്പോൾ ഫസ്നേൻ്റെ കൂടെ ഒരു പിന്നെ മോളും കൂടെ 2 പെൺകുട്ടികൾ ട്വിങ്സ് ആയിരുന്നു അല്ലേ? അതെ. അപ്പോൾ ഒരു വളർച്ചക്കുറവിൻ്റെ ഒരു വിഷയം വന്ന് അങ്ങനെ ട്വിങ്സ് ആയതുകൊണ്ടായിരിക്കും അല്ലേ? അതെ. പിന്നെ അവള് വീട്ടിൽ കുക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ടോ ഫസ്ന? എന്തൊക്കെ ഉണ്ടാക്കും? ചോറക്കും, കറിയക്കും. അതെ. അപ്പോൾ ഓക്കെ, എഴുതാനും വായിക്കാനാണ് ഉമ്മ തീരെ അറിയാത്തല്ലേ? പുറത്തേക്കൊക്കെ പോകുമ്പോൾ ബസ്സിൻ്റെ ബോർഡ് എഴുതാനും വായിക്കാനും അറിയില്ല. അത് ശരി. പിന്നെ യാത്ര ഒറ്റക്ക് പറഞ്ഞേക്കാറില്ല, ഞങ്ങളെ കൂടെ കൊണ്ടുപോകല്. പിന്നെ കണക്ക് കൂട്ടാനും അറിയില്ല. അപ്പോൾ കൂടെ എപ്പോഴും ഒരാൾ വേണം എന്നുള്ളൂ. എന്തെന്നറിയോ, ഒരു യാത്ര പോവുകയാണെങ്കിൽ ഒരാൾ വേണം. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഫോം പൂരിപ്പിക്കുക, കാര്യങ്ങൾ പൈസേൻ്റെ കണക്ക് അതൊന്നും ഒക്കെ അറിയില്ല. ഉള്ള കാര്യം തുറന്നു കളവും ചതിയും പറഞ്ഞിട്ട് ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഞങ്ങൾക്ക് എന്നും മരണം വരെ പോകണം. അതെ, അപ്പോൾ സത്യം ഇതിൻ്റെ മുന്നിൽ പറയാൻ പറ്റുള്ളൂ. തീർച്ചയായും. ഒക്കെ വേറെ ഗുളിക കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും നോക്കില്ല. അതെ, ഒക്കെ ഈ പഠന വൈകല്യത്തിൻ്റെ വിഷയം മാത്രമേ ഉള്ളൂ. രോഗത്തിന് ഒരു മരുന്നും കാര്യമില്ല. അതെ. അപ്പോൾ അത് മനസ്സിലാക്കുന്ന, ഈ പഠന വൈകല്യത്തിൻ്റെ കാര്യം മനസ്സിലാക്കുന്ന ഒരാളായാൽ മതി. നമുക്ക് ദൂരം പ്രശ്നമുണ്ടോ? എല്ലാ ദൂരം പ്രശ്നം തന്നെയാണ്. കോഴിക്കോട് ജില്ല അല്ലേ? കോഴിക്കോട് ജില്ലയും പിന്നെ തൊട്ടടുത്തുള്ള ജില്ലയും നമുക്ക് നോക്കാം അല്ലേ? നോക്കിയിട്ട് ചെയ്യാം. എന്തായാലും ഒരുപാട് ദൂരം വേണ്ട എന്നുള്ളതാണ്. തൊട്ടടുത്തുള്ള ജില്ലയൊക്കെ നമുക്ക് നോക്കാം അല്ലേ? ഫസ്നക്ക് ഇപ്പോൾ 35 വയസ്സാണല്ലേ ആയത്? ഒക്ടോബറിലാണ്. ഒക്ടോബർ ആകുമ്പോഴാണ് 35 പൂർത്തിയാവുക. ഇപ്പോൾ 34 കഴിഞ്ഞ് അങ്ങനെ അല്ലേ? അതെ. അപ്പോൾ നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചനകൾ നോക്കാം? 40 വയസ്സിൻ്റെ ചൂടുള്ള 40 വയസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു ആലോചന അല്ലേ? ആ ഒരു വയസ്സെന്ന് പറയുമ്പോൾ ഭാര്യ മരിച്ചതോ ഡിവോഴ്സ് ആയതോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് സ്വീകരിച്ചൂടെ? ബാധ്യത കുട്ടികളില്ലാത്ത നമുക്ക് പറ്റും. പിന്നെ കോഴിക്കോട് ജില്ലേൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ള. പിന്നെ ഓക്ക് പറ്റിയ ഒരു ഹൈറ്റും വെയിറ്റും ഉള്ള ആളായിരിക്കണം. ഓക്ക് പറ്റിയ ഒരു ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള ആളായിരിക്കണം കേട്ടോ. ഒരു ആചാരബാഹുവൊന്നും ഓക്കൊരു ഇതുണ്ടാവില്ല. അപ്പോൾ ഓളെ സ്ലിമ്മാണ് ആൾ. അപ്പോൾ ഓൾക്ക് അനുസരിച്ചുള്ള ഒരു സ്ലിമ്മായിട്ടുള്ള, ഇപ്പോൾ കണ്ടാൽ ആ ഒരു അല്ലേ ആ ഒരു രീതിയിലുള്ളതാണ്. ഉപ്പ എന്താ ചെയ്യുന്നത്? ബേക്കറിയാ? എവിടെയാ ബേക്കറി? ബേക്കറി പണിക്ക് പോകാം. ഇപ്പം പോകലില്ല. വേറുമ്മാക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ഞാൻ ഇവിടെ കാര്യങ്ങളെല്ലാം എനിക്ക് പറയാനുള്ളൂ. അതെ, അപ്പം അത്രയേ ഉള്ളൂ അല്ലേ? അതെ. അപ്പോൾ ആദ്യ വിവാഹമാണ്. നമുക്ക് 35 വയസ്സാണ് ആയത്. നമുക്ക് ദൂരം നോക്കിയിട്ട് ചെയ്യാം. കോഴിക്കോട് ജില്ല തൊട്ടടുത്തുള്ള ജില്ലയൊക്കെ നോക്കിയിട്ട് ചെയ്യാം. ഒരു 40 വയസ്സിൻ്റെ ഉള്ളിലുള്ള ഭാര്യ മരിച്ച ഡിവോഴ്സ് ആയതോ അല്ലെങ്കിൽ ആദ്യ വിവാഹം എല്ലാം നമുക്ക് സ്വീകരിക്കാം.
പിന്നെ അത്രേ കാര്യങ്ങളുള്ളൂ. പിന്നെ അവളുടെ പഠന വൈകല്യമാണ് അവളുടെ വിഷയം. പിന്നെ അവൾ കുറച്ച് സ്ലിം ആയിട്ടാണ്, കുറച്ചൊരു വളർച്ചക്കുറവിൻ്റെ വിഷയമാണ്. വേറെ യാതൊരു കുഴപ്പമില്ല, ടാബ്ലറ്റ് കാര്യങ്ങളൊന്നുമില്ല അല്ലേ? അതൊക്കെയാണ് ഓളെ കാര്യങ്ങൾ അല്ലേ? അതെ, ഒരു ഗുളികയില്ല. ഓൾ ഇവിടുത്തെ എല്ലാ തീർച്ചയായും ഓൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യും. കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നതാണ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യില്ല എന്നുള്ളൊരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അല്ലേ? അതെ, അപ്പോൾ അത്രയേ ഉള്ളൂ അല്ലേ? അതെ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നല്ലൊരു വരം വരട്ടെ. പിന്നെ ഇതിൽ നമ്പർ കൊടുക്കുക, അതിൽ വിളിച്ചിട്ട് പരിപൂർണ്ണമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രം വരും കേട്ടോ. ഓക്കെ, കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ അന്വേഷിച്ച് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് കുറേ ആലോചനകൾ വരും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ നല്ലപോലെ അന്വേഷിച്ചിട്ട് ഒരാളെ എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എങ്ങനെയുള്ള പിയാപ്പിളിനെയാ ഫസ്റ്റിനാ വേണ്ടേ? നല്ല നമ്മളെ നോക്കുന്ന നല്ലൊരാളാണ്. അതെ, അത്രേ നമ്മൾ നോക്കുന്നുള്ളൂ. നല്ലൊരാളാവുക എന്നുള്ളത് അവളെ മനസ്സിലാക്കി വരുന്ന നല്ലൊരാളാവുക, അത്രയേ ഉള്ളൂ. പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ? അതെ അതെ. അപ്പോൾ പണിയും കാര്യമൊന്നും വേണം, അങ്ങനത്തെ വലിയ അത്യാവശ്യം നോക്കണം. അതെ, എന്തെങ്കിലും ഒരു ജോലി ഉണ്ടായിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. അതെ, കുടിയും കളി ഇതൊന്നും പാടില്ല. തീർച്ചയായും തീർച്ചയായും ഒന്നും പാടില്ല. മാനസികത്തിന് മരുന്ന് കുടിക്കുന്ന ഒരാളൊന്നും തീർച്ചയായും തീർച്ചയായും പറ്റില്ല. അതെ, തീർച്ചയായും ആ കാര്യം പ്രത്യേകം എടുത്തെടുത്ത് പറയുന്നതാണ്. അതെ, അങ്ങനത്തെ ആലോചന എന്താ വന്നിരുന്നോ? അങ്ങനെ ഒരു സതിയിൽ വേറൊരാൾക്ക് പെട്ടുപോയി, പക്ഷെ അത് ഒഴിവായതാണ്. കല്യാണം കഴിഞ്ഞിനോ? വേറൊരാൾക്ക്, ആളെ മോക്ക്, വേറെ മോക്ക് അല്ലേ? അങ്ങനെ. അതെ അതെ. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ തുറന്ന് പറയാനെല്ലാം മനസ്സിലാക്കിയ ഒരാൾ വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരാൾ എത്രയും പെട്ടെന്ന് വരട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. ഫസ്ന, ഓക്കെ.